എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് സ്കോട്ട്ലൻഡ് ട്രിപ്പിനുള്ള പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പാക്കിങ് നമുക്കിന്ന് തീർക്കണം. അപ്പം നമ്മൾ വഴിയിൽ ഫുഡ് കഴിച്ച് ക്യാമ്പ് ചെയ്ത് കഴിക്കാനോ ഫുഡ് ഉണ്ടാക്കാനോ ഒക്കെ ഉള്ളൊരു പരിപാടിക്കാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ സ്റ്റൗവ്, പിന്നെ അതിൻ്റെ ഗ്യാസ്, അപ്പോൾ അതിനകത്തുണ്ട്. അപ്പം സ്റ്റൗവ് സാധനങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇതിനകത്ത് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ചായ, കാപ്പി, പാല് കുടിക്കാനായിട്ട് മിൽക്ക് പൗഡർ. ഓക്കെ, റൈസ് എടുക്കുക. റൈസ് നമുക്ക് ബിരിയാണി വെക്കാം. ഓക്കെ, ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാനുള്ള റൈസ് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ കത്തിയൊക്കെ എന്ത് എടുക്കുക. കത്തി, പിച്ചാത്തി, കൊച്ചു പിച്ചാത്തി, കുഞ്ഞി പിച്ചാത്തി. ഓക്കെ, ആലയുടെ കത്തി, ബേബിയുടെ കത്തി. ഓക്കെ, ഡാലയുടെ കത്തി. അങ്ങനെ നമ്മളിവിടെ സേവ് ചെയ്തു. ഓക്കെ, അതിനാ നിന്റെ കൈ കട്ടായോ? എപ്പോ? ഇനി കത്തി എടുത്ത് കളിക്കണ്ട കേട്ടോ. നമ്മുടെ തവികൾ നമുക്ക് ഇതിനകത്ത് വെക്കാം. ഓക്കെ, 2 തവികൾ നമ്മൾ വെച്ചു. നമുക്ക് പിന്നെ ഈ ചെറുതിങ്ങനെ പിടിക്കടാ ചൂടാ, ഈ സ്മോൾ തിങ്സ്. ഇത് അച്ചാറ്, നാരങ്ങ അച്ചാറ്. ഇത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള ബിരിയാണിയുടെ മസാലക്കൂട്ട്. ഇത് കുരുമുളക് പൊടി. ഇത് നമുക്ക് കാപ്പി കുടിക്കാനുള്ള കാപ്പിപ്പൊടി. ഓക്കെ, ഇത് ഉപ്പ്, പിന്നെ പഞ്ചസാര, മുളക് പൊടി. ഓക്കെ, താങ്ക് യു ബേബി. പിന്നെ ഇതെന്നാ ചിക്കൻ മസാല. ദിസ് വൺ ഗോസ് ടു മല്ലിപ്പൊടി. ഓക്കെ, നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ ഇത് ചിക്കൻ ഫ്ലേവർ. നമുക്ക് ബനാന ഫ്ലേവർ അവിടെ നൂഡിൽസ് ഉണ്ടോ? ബനാന ഫ്ലേവർ നൂഡിൽസ് ഉണ്ടോ? ഇത് വേറൊരു പോട്ട് നൂഡിൽസിൻ്റെ ചിക്കൻ കറി നൂഡിൽസ്. ബനാന നീ താഴെടല്ലേ. ഇത് ചിക്കൻ കറി ഫ്ലേവർ. മഷ്റൂം നിനക്ക് ഇഷ്ടമല്ലേ? അതിനാ താങ്ക് യു ബേബി. ഇതിൽ ഒരെണ്ണം വെച്ചാൽ കാരണം നമുക്ക് ഇന്ന് കഴിക്കാം. ഒരെണ്ണം എന്താ കാരണം അവിടെ അടുക്കള കൊണ്ട് വെക്കാം. നമ്മുടെ ഇവിടുത്തെ മാഗിയുടെ ചിക്കൻ ഫ്രൈ. സോ ഇനി നമ്മുടെ ഗ്ലാസസ്. ഇത് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് മേടിക്കാം. ഡിസ്പോസിബിൾ ഗ്ലാസ് ആകുമ്പം ചായയൊക്കെ എടുത്താലും നമുക്ക് ചൂടോട് കൂടി. ഇത് നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട്, ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് ഇത് പിന്നെ ടൊമാറ്റോ പ്യൂരിയ. അപ്പം ഇത് കുറച്ച് ഇട്ടാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയുന്നില്ലാത്തവർക്ക് പറഞ്ഞു. അപ്പം നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് സവോള വഴറ്റേണ്ട കാര്യമില്ല. ഇത് കുറച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതും ടൊമാറ്റോ പ്യൂരി സെയിം തന്നെ, ആവശ്യത്തിന് ഒക്കെ എടുക്കാം. ഇതാണ് മെയിൻ സാധനം. നമുക്ക് പാത്രം കഴുകാനുള്ള സാധനം. പാത്രം എന്തായാലും കഴുകാൻ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, നമുക്ക് കൈ കഴുകാനുള്ളത് നമുക്ക് വെളിയിൽ വെക്കാം. ബ്രെഡൊന്നും ഇപ്പോൾ വെക്കണ്ട ബേബി. ഇതൊക്കെ നമുക്ക് ഏറ്റവും മേളിൽ വെക്കാം. പിന്നെ നമുക്ക് ഇതിനെയാണ് വെക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ട്. 15 30 മുട്ട മേടിച്ചിട്ടുണ്ട്. അപ്പം എഗ്ഗ് ഒരു മെയിൻ ഡിഷാണ് നമ്മുടെ. ഓക്കെ, നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തൊക്കെ അടിക്കാം. ഇത് മരുന്നല്ലേ, അത് മാറ്റി വെക്കും. ഇനി ഞാൻ എക്സ്ട്രാ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ആവശ്യം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ബേബിക്കുള്ള ഇതുണ്ട്. ഗ്ലാസ്സിനകത്ത് ന്യൂട്ടല്ല. ആലിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരെണ്ണമുണ്ടല്ലോ വെച്ചുകൂട്ട. സൂപ്പ്. നമുക്ക് തണുപ്പൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ഇരിക്കുമ്പോൾ
ഓരോ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാനുള്ള വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് ചെറിയ അവരെന്തോ മസാലയൊക്കെ ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലിനകത്ത് വെച്ചേക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് യാത്രകളിലൊക്കെ നമ്മുടെ കോഫി വൈനർ എന്ന് പറയുന്ന സാധനം. ഇതാകുമ്പം ഇതിനകത്ത് ഒരുപാട് പിന്നെ കൊഴുപ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ 2 സ്പൂൺ ടച്ച് കോഫി പൗഡർ ഇട്ട് നമ്മുടെ ചൂട് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കോഫി കിട്ടും. ഇത് എത്രത്തോളം ഗുണമുള്ളതാണ്, ഹെൽത്തി ആണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഈ അറബി നാട്ടിൽ നിന്ന് മറ്റോ വരുന്ന സാധനമാണ്. അത് അവരുടെ ഒരു മെയിൻ സാധനമാണ്. സാധനം നല്ലതാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള കാര്യം നമുക്ക് കുറച്ച് പച്ചമുളക് വെക്കണം ഇതിൻ്റെ സാധനങ്ങൾക്ക്. പിന്നെ ബ്രെഡ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ എണ്ണ നമുക്ക് പൊരിക്കാനും വറക്കാനും ഒക്കെ ആയിട്ടുള്ള അതൊക്കെ മേളിൽ കൊണ്ടുപോകും. അതെ, ബട്ടർ ഇരിക്കുന്ന ബട്ടർ. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഒരെണ്ണം ബട്ടർ. അതുപോലെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ഇത്. ലൈറ്ററാണ്, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റർ.